കോമൺ ബേസ് ആംപ്ലിഫയറിൻ്റെ വർക്കിംഗാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയണത്. കോമൺ ബേസ് ആംപ്ലിഫയർ എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയുള്ള ടെർമിനൽ ആരായിരിക്കും? ബേസ് എന്ന ടെർമിനൽ ആയിരിക്കും ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ. ഇൻപുട്ട് നമ്മൾ എമിറ്ററിൽ കൊടുക്കും, ഔട്ട്പുട്ട് കളക്ടറിൽ എടുക്കും. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നോക്കാം. ഇതാണ് കോമൺ ബേസ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്റർ, ഇതാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസ് എന്ന ടെർമിനൽ, ഇതാണ് ബേസ്. ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആണ്. ഇതാണ് എമിറ്റർ, കാരണം കറണ്ടിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് കളക്ടർ. അപ്പോൾ നമുക്ക് പൊളാരിറ്റി ഓക്കെ ആണല്ലേ, മൂന്ന് ടെർമിനൽസിൻ്റെ പേരും ഓക്കെയാണ്, എമിറ്റർ, കളക്ടർ, ബേസ്. ജസ്റ്റ് ഇതിൻ്റെ പൊളാരിറ്റി നോക്കാം, അല്ലെങ്കിൽ ലെയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ NPN ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എമിറ്റർ ഇവിടെ എന്തായിരിക്കും? N ആയിരിക്കും. ബേസ് P ലെയർ ആയിരിക്കും. കളക്ടർ N ലെയർ ആയിരിക്കും, NPN. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു, ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആക്റ്റീവ് റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യുക. ആക്റ്റീവ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ, ഈ ജംഗ്ഷൻ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസും കളക്ടർ ബേസ് ജംഗ്ഷൻ, ഈ ജംഗ്ഷൻ റിവേഴ്സ് ബയസും ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഫോർവേഡ് ബയസും റിവേഴ്സ് ബയസും ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഒരു ബയസിങ് വോൾട്ടേജ് അല്ലെങ്കിൽ ബാറ്ററി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു DC സപ്ലൈ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ VEE അല്ലെങ്കിൽ VCC എന്നുള്ള വോൾട്ടേജ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസും ചെയ്യിക്കുകയാണ്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞു ഇവിടെ N ആണല്ലേ, കളക്ടർ, എമിറ്റർ, ബേസ്, 3 ടെർമിനൽസ് ഉണ്ടായിരുന്നു. NPN ട്രാൻസിസ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ ഈ ടെർമിനൽ N ആണ്, കളക്ടറും N ആണ്, ബേസ് P ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന ഈ ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ചെയ്യണമെങ്കിൽ N ആണല്ലോ മേലെ, അവിടേക്ക് N നെഗറ്റീവ് കിട്ടണം. അപ്പോൾ നമ്മളെ ബാറ്ററി നേരെ എന്ത് ചെയ്തു? നെഗറ്റീവ് അങ്ങോട്ട് കൊടുത്തു, പോസിറ്റീവ് എടുത്ത് നേരെ ബേസിലേക്കും കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു? എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആയി. കാരണം ഇവിടെ എമിറ്ററിന് വേണ്ടത് നെഗറ്റീവാണ്, ബേസിന് വേണ്ടത് പോസിറ്റീവ് ആണ്. അപ്പോൾ എന്ത് ചെയ്തു? ഓക്കെ ആണ്, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ചെയ്തു, ഈ റീജിയൻ ഓക്കെ ആണ്. ഇനി കളക്ടർ ബേസ് ജംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യണം? റിവേഴ്സ് ബയസ് ചെയ്യിക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ഇവിടെ P ആണല്ലേ, ബേസ് P ആണ്, കളക്ടർ N ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? റിവേഴ്സ് ബയസ് ചെയ്യിക്കണമെങ്കിൽ Nലേക്ക് നമ്മൾ എന്ത് ചെയ്തു? പോസിറ്റീവ്, കളക്ടറിലേക്ക് ബാറ്ററിയുടെ ബയസിങ് വോൾട്ടേജ് ആയ VCC എന്നതിൻ്റെ പോസിറ്റീവ് Nലേക്കും കൊടുത്തു, നെഗറ്റീവ് നേരെ Pയിലേക്കും കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? റിവേഴ്സ് ബയസ് ആയി. അങ്ങനെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസും ആയി. അപ്പോൾ ഓക്കെയാണ്, നമ്മളെ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിലാണ് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്തോളും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ബയസിങ്ങിൻ്റെ കാര്യമായിരുന്നു, ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഈ ഒരു ബാറ്ററി വോൾട്ടേജ്, ഈ റെസിസ്റ്റൻസ് പറഞ്ഞാൽ എമിറ്റർ റെസിസ്റ്റൻസ് ആണ്, പിന്നെ നമ്മൾ ഈ ട്രാൻസിസ്റ്റർ, ഇത് കളക്ടർ റെസിസ്റ്റൻസ്, VCC എന്നുള്ള വോൾട്ടേജ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് എന്തായി? ഇത്രയും കമ്പണൻസ് വെച്ചിട്ട് ട്രാൻസിസ്റ്റർ ഇപ്പോൾ ഓക്കെയാണ്, എന്തിന്? ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാൻ ഓക്കെയാണ്. ഇനി ബാക്കിയുള്ള 2 കമ്പണൻസ് ആണ് C1 C2 എന്നുള്ള കമ്പണൻസ്. ഈ C1 C2 എന്നുള്ള കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കപ്ലിംഗ് കപ്പാസിറ്റർ ആണ്. ഓക്കെ, അതെന്താണെന്നുള്ളത് നമ്മൾ കൂടുതൽ അടുത്ത സ്റ്റേജ് പറയുമ്പോഴാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അതായത് മുന്നത്തെ സ്റ്റേജുകളിൽ, അത് നമ്മൾ ഇൻപുട്ട് സിഗ്നലിൽ നിന്ന് എന്തെങ്കിലും DC കമ്പോണൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യരുത്? ഇങ്ങോട്ട് കടത്തി വിടരുത്. ഇവിടുന്ന് വരുന്ന DC കമ്പോണൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഇപ്പുറത്തോട്ട് എത്തിക്കാതെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ C1 C2 എന്നുള്ള കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അത് നമ്മളിനി മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ പഠിക്കുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. അതുപോലെ കപ്ലിംഗ് സ്റ്റേജസ് ഒക്കെ പഠിക്കുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടത് C1 C2 എന്ന കപ്പാസിറ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കപ്ലിംഗ് കപ്പാസിറ്റർ ആണ്. DCയെ ബ്ലോക്ക് ചെയ്യും. ഇൻപുട്ടിലേക്ക് വരുന്ന AC കമ്പോണൻറ്റിനെ മാത്രം എന്ത് ചെയ്താൽ മതി? കടത്തി വിട്ടാൽ മതി. DC ആണെങ്കിൽ അതിനെന്ത് ചെയ്യുക? ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇത്രയും കമ്പോണൻസ് ആണ് നമ്മുടെ സർക്യൂട്ടിലുള്ളത്. ഇപ്പോൾ സർക്യൂട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് ആൻ NPN ട്രാൻസിസ്റ്റർ, terminal base is common to input and output, voltage source VEE and resistance RE is used to bias emitter base junction, hence it is forward biased. അത് forward bias ചെയ്തു. അതുപോലെ biasing voltage VCC is used to reverse bias the collector base junction. collector base junction reverse bias ചെയ്യാൻ VCC എന്ന വോൾട്ടേജും എമിറ്റർ ബേസ് ജംഗ്ഷനെ ഫോർവേഡ് ബയസ് ചെയ്യാൻ VE എന്ന വോൾട്ടേജും ഉപയോഗിച്ചു. RE എന്ന് പറഞ്ഞാൽ എമിറ്റർ റെസിസ്റ്റൻസ്, RC എന്ന് പറഞ്ഞാൽ കളക്ടർ റെസിസ്റ്റൻസ്. ഓക്കെ, C1 ആൻഡ് C2 എന്താണ്? കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ സർക്യൂട്ട് വരച്ച് ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ തന്നെ നമുക്ക് എന്തായി?
8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 6 മാർക്കോളം കിട്ടി. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് പറയാം. വർക്കിംഗ് സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ N ആണ്, കളക്ടറും N ആണ്, ഇവിടെ P ആണ്. അപ്പോൾ ആൾറെഡി ഇവിടെ എന്തിട്ടുണ്ട്, നെഗറ്റീവ് എമിറ്ററിലേക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പോസിറ്റീവ് ബേസിലേക്കും കിട്ടുന്നുണ്ട്. ഫോർവേഡ് ബയസ് ആണ്, കറണ്ട് ഫ്ലോ ചെയ്യാൻ ഓക്കെ ആണ്. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മളെ ഇൻപുട്ട് എന്ത് ചെയ്യുക, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസ് എടുക്കുക. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള AC പൾസ് ഇങ്ങനെ വരികയാണ്. ഓക്കെ, നേരെ എങ്ങോട്ടെത്തി, നമ്മൾ എമിറ്ററിലേക്ക് എത്തി. അപ്പോൾ എമിറ്ററിന് ശരിക്കും പോസിറ്റീവ് ആവശ്യമില്ല, കാരണം എമിറ്ററിന് ആവശ്യം ആരാണ്, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആയാലും അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, പോസിറ്റീവായിട്ടുള്ളൊരു വാല്യൂ വരികയാണ്. അതായത് നെഗറ്റീവ് വേണ്ട സ്ഥലത്തേക്ക് പോസിറ്റീവ് വരുമ്പോൾ എന്ത് ചെയ്യും, എമിറ്റർ ബേസ് ജംഗ്ഷൻ്റെ VEB മൂലം ഉണ്ടാകുന്ന ഫോർവേഡ് ബയസിങ് എഫക്റ്റ് കുറയും. ഓക്കെ, അതായത് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ത് ചെയ്യും, കുറയും. എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ത് ചെയ്യണം, ആൾറെഡി ഫോർവേഡ് ബയസ്ഡ് ആയിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഒരു പോസിറ്റീവ് സിഗ്നൽ വരുമ്പോൾ അവിടുത്തെ ഫോർവേഡ് ബയസ് എഫക്റ്റ് കുറയും. ഓക്കെ, കാരണം ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ് ഇവിടുത്തെ പോയിക്കൊണ്ടിരിക്കുക. ആ നെഗറ്റീവ് വോൾട്ടേജിന് ഒപ്പോസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് ഒരു പോസിറ്റീവ് സിഗ്നൽ വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, അവിടുത്തെ എമിറ്റർ ബേസ് ജംഗ്ഷനിലെ ഫോർവേഡ് ബയസ് എഫക്റ്റ് കുറയും. ഫോർവേഡ് ബയസ് എഫക്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കുറയും. ഓക്കെ, കറണ്ട് എന്ന് പറഞ്ഞാൽ എമിറ്റർ കറണ്ട് അല്ലെങ്കിൽ ബേസ് കറണ്ട് കുറയും. ഓക്കെ, അപ്പോൾ എമിറ്റർ കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, കളക്ടർ കറണ്ടും കുറയും. ഓക്കെ, കളക്ടർ കറണ്ട് കുറയും. കളക്ടർ കറണ്ട് പറഞ്ഞാൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഓക്കെ, കളക്ടർ കറണ്ടും കുറഞ്ഞു. അപ്പോൾ അത്ര കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി വെച്ചാൽ മതി. കളക്ടർ കറണ്ടും കുറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഫോർവേഡ് ബയസ് എഫക്റ്റ് കുറയും. ഫോർവേഡ് ബയസ് എഫക്റ്റ് കുറയുമ്പോൾ അവിടെയുള്ള കറണ്ട് കുറയും, അതായത് എമിറ്റർ കറണ്ട് കുറയും. എമിറ്റർ കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കളക്ടർ കറണ്ടും കുറയും. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. ഇനി നമ്മൾ ഔട്ട്പുട്ട് നോക്കുക. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്, V0 അല്ലെങ്കിൽ VO. ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്താണ്, ഈ VCC എന്നുള്ള വോൾട്ടേജിൽ നിന്ന് RC എന്ന റെസിസ്റ്റൻസിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കുറച്ച് കഴിഞ്ഞതാണ് നമ്മുടെ ഔട്ട്പുട്ട്. സംശയമില്ലല്ലോ. അപ്പം നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ICയുടെ വാല്യൂ കുറയുക എന്നുള്ളത് പറഞ്ഞു ഓൾറെഡി കേട്ടോ. നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്താവും, V0 ഇസ് ഈക്വൽ ടു VCC മൈനസ് IC RC ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൾറെഡി ഇപ്പോൾ പറഞ്ഞു VCC മൈനസ് IC RC ആണ് ഔട്ട്പുട്ട്. IC എന്ത് ചെയ്യാണ്, കുറയുകയാണ്. IC കുറയുകയാണെങ്കിൽ ICRC എന്നുള്ള ടേം എന്ത് ചെയ്യും, കുറയും. ICRC എന്നുള്ള വോൾട്ടേജ് വാല്യൂ എന്ത് ചെയ്യും, കുറയും. അങ്ങനെ വോൾട്ടേജ് കുറയുകയാണെങ്കിൽ V0ൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കൂടും. ഓക്കെ, VCC മൈനസ് VCCൻ്റെ വാല്യൂ ഇപ്പോൾ എക്സാമ്പിൾ പറയാം 10 വോൾട്ടും ICRCൻ്റെ വാല്യൂ 8 വോൾട്ടാണെന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് എത്ര ഉണ്ടാവുള്ളൂ, 2 വോൾട്ടേ ഉണ്ടാവുള്ളൂ ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ICൻ്റെ വാല്യൂ കുറയാണ്. ICൻ്റെ വാല്യൂ കുറയുമ്പോൾ ICRC എന്നുള്ളതിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ICRC 8 എന്നുള്ളത് പകരം കുറഞ്ഞിട്ട് 2 3 വോൾട്ട് ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായി, 2 വോൾട്ട് എന്നുള്ളത് 8 വോൾട്ടായി. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്തു, കൂടി. ഓക്കെ, അത്ര മനസ്സിലാക്കിയാൽ മതി. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് എമിറ്ററിലേക്ക് എന്ത് ചെയ്യാണ്, പോസിറ്റീവായിട്ടുള്ളൊരു സിഗ്നൽ വരികയാണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് എമിറ്ററിലേക്ക് പോസിറ്റീവായിട്ടുള്ളൊരു സിഗ്നൽ വരികയാണ്. അപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷനിലെ ഫോർവേഡ് ബയസ് എഫക്റ്റ് കുറയും. ഫോർവേഡ് ബയസ് എഫക്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള കറണ്ട് കുറയും, എമിറ്റർ കറണ്ട് കുറയും. ഓക്കെ, എമിറ്റർ കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ കളക്ടർ കറണ്ട് കുറയും. ഓക്കെ, കളക്ടർ കറണ്ട് കുറയും. അപ്പോൾ കളക്ടർ കറണ്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കളക്ടർ കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ആയത് VCC മൈനസ് ICRC ആണ് ഔട്ട്പുട്ട്. ഈ ബയസിങ് വോൾട്ടേജിൽ നിന്ന് ഈ കളക്ടർ റെസിസ്റ്റൻസിലുള്ള RC എന്നുള്ള റെസിസ്റ്റൻസിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കുറച്ച് കഴിഞ്ഞതാണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ VCC മൈനസ് ICRC ആണ് ഔട്ട്പുട്ട്. അപ്പോൾ RCയുടെ വാല്യൂ കുറയുമ്പോൾ ICRC അല്ലെങ്കിൽ ICയുടെ വാല്യൂ കുറയുമ്പോൾ, കളക്ടർ കറണ്ടിൻ്റെ വാല്യൂ കുറയുമ്പോൾ ഈ റെസിസ്റ്റൻസിലുള്ള ഡ്രോപ്പ് കുറയും. അപ്പോൾ ഈ റെസിസ്റ്റൻസിലെ ഡ്രോപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയുള്ള റെസിസ്റ്റൻസിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് കുറഞ്ഞ് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് കൂടും. കാരണം ഈ VCC എന്നുള്ള വോൾട്ടേജിൽ നിന്ന് ഇവിടെ എത്രയോ വോൾട്ടേജ് ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ ബാക്കി ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ റെസിസ്റ്റൻസിലുള്ള ഡ്രോപ്പ് കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ഈ VCCൻ്റെ മാക്സിമം എന്ത് ചെയ്യും, ഔട്ട്പുട്ടായിട്ട് കിട്ടും. അപ്പോൾ നമ്മളൊരു സിഗ്നൽ ഇവിടെ കൊടുക്കുമ്പോൾ, സിഗ്നൽ ഇൻപുട്ടിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആകുമ്പോൾ അല്ലെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് വോൾട്ടേജ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് ഇങ്ങോട്ട് കയറുകയാണ്, ഔട്ട്പുട്ട് എന്ത് ചെയ്യും, കൂടും. പോസിറ്റീവായിട്ട് തന്നെ കൂടും. VCC മൈനസ് ICRC ആണ് ഔട്ട്പുട്ട് വരിക. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇൻപുട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, പോസിറ്റീവായിട്ട് തന്നെ കിട്ടി. കാരണം VCC മൈനസ് ICRC ആണ് ഔട്ട്പുട്ട്. അപ്പോൾ എന്ത് ചെയ്യും, പോസിറ്റീവാണ് ഇവിടെയും നെഗറ്റീവ് ഇവിടെയാണ്. ഇപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഇൻപുട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യും,
പോസിറ്റീവായിട്ട് തന്നെ ആംപ്ലിറ്റ്യൂഡ് കൂടിയിട്ട് കിട്ടും. ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത് നോക്കാം. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഇവിടെ നെഗറ്റീവ്, ഓക്കെ, താഴെ പോസിറ്റീവ്. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ ഓൾറെഡി നെഗറ്റീവാണ് എന്താണ് ബയസിങ് ആയിട്ട് ബേസിലേക്ക് പോകുന്നത്. അതിനെ കൂടാതെ എന്ത് ചെയ്യാണ്, നമ്മളെ സിഗ്നലും കൂടെ എന്ത് ചെയ്യാണ് നെഗറ്റീവായിട്ട് ഇങ്ങോട്ട് വരിക. അപ്പോൾ എന്ത് ചെയ്യും, എമിറ്ററിന് ഓൾറെഡി വേണ്ടത് എന്താണ്, നെഗറ്റീവ് തന്നെയാണല്ലോ. അതായത് ഇവിടുത്തെ ഫോർവേഡ് ബയസ് എഫക്റ്റ് എന്ത് ചെയ്യും, കൂടും. ഫോർവേഡ് ബയസ് എഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ കറണ്ട്, എമിറ്റർ കറണ്ട് എന്ത് ചെയ്യും, കൂടും. എമിറ്റർ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ കളക്ടർ കറണ്ടായ ഐ സി യു എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു പൾസ് എന്ത് ചെയ്യാണ്, നെഗറ്റീവായിട്ടുള്ളൊരു പൾസ് എമിറ്ററിലേക്ക് എത്താണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, എമിറ്റർ ബേസ് ജംഗ്ഷൻ്റെ ഫോർവേഡ് ബയസ് എഫക്റ്റ് കൂടും. ഈ ജംഗ്ഷനിലെ ഫോർവേഡ് ബയസ് എഫക്റ്റ് കൂടും. അതുകൊണ്ട് ഇതിലൂടെയുള്ള കറണ്ട് കൂടും. ഇതിലൂടെയുള്ള കറണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ എമിറ്റർ കറണ്ട് കൂടും. എമിറ്റർ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ കളക്ടർ കറണ്ടും കൂടി. കളക്ടർ കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഐ സിൻ്റെ വാല്യൂ, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന ഐ സി എന്നുള്ള കറണ്ടിൻ്റെ വാല്യൂ ഒരുപാട് കൂടും. അപ്പോൾ ഐ സിൻ്റെ വാല്യൂ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഈ ആർ സി എന്നുള്ള റെസിസ്റ്റൻസ് ഓൾറെഡി ഹൈ വാല്യൂ ആണ്. അപ്പോൾ ഐ സിൻ്റെ വാല്യൂ കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ഐ സിൻ്റെ വാല്യൂ കൂടുമ്പോൾ ഐ സി ആർ സി എന്നതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കൂടും. ആർ സിൻ്റെ വാല്യൂ ഓൾറെഡി ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കളക്ടർ കറണ്ടും കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ഐ സി ആർ സിൻ്റെ വാല്യൂ ഒരുപാട് കൂടും. ഓക്കെ, അപ്പോൾ ഐ സി ആർ സി എന്നുള്ള ആ റെസിസ്റ്റൻസിലുള്ള ഡ്രോപ്പ്, ഈ റെസിസ്റ്റൻസിലുള്ള ഡ്രോപ്പ് എന്ത് ചെയ്യും, ഒരുപാട് കൂടും. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്താ, വി സീറോ സമം വി സി സി മൈനസ് ഐ സി ആർ സി ആണ്. അപ്പോൾ ഈ ഐ സി ആർ സി ഒരുപാട് കൂടി, വി സി സിനേക്കാൾ കൂടി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താ വരിക, മൈനസ് വാല്യൂ ആയിരിക്കില്ലേ, സംശയമുണ്ടോ. വി സി സി 10 വോൾട്ടാണ് വരുന്നത്, ഐ സി ആർ സി ഇപ്പോൾ എന്തായി, ഒരു 18 വോൾട്ടൊക്കെ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താവും, -8 വോൾട്ട് ആവും. ഓക്കെ, കാരണം ആർ സിയുടെ വാല്യൂ വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് എന്താ വരിക, അപ്പോൾ വി സി സി മൈനസ് ഐ സി ആർ സി ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അതായത് താഴെ പോസിറ്റീവും മേലെ നെഗറ്റീവും. അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് എന്ത് ചെയ്യും, ഔട്ട്പുട്ടും നെഗറ്റീവായിട്ടും കിട്ടുക. അത് ഇവിടെ നേരത്തെ എന്ത് ചെയ്യുന്നു, ഇവിടെ പോസിറ്റീവ് ആയിരുന്നു, ഇവിടെ നെഗറ്റീവ് ആയിരുന്നു. ഇപ്പം എന്ത് സംഭവിച്ചു, ഔട്ട്പുട്ടും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ തന്നെയാവും കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യും, നെഗറ്റീവിനെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ആർ സി എന്നുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് വി സി സി മൈനസ് ഐ സി ആർ സി ആണ് ഔട്ട്പുട്ട്. ഓക്കെ, ഇപ്പോൾ വി സി സി എന്നുള്ളത് 10 വോൾട്ട് ആണെങ്കിൽ ഐ സി ആർ സി എത്രയുണ്ടാവും, 18 വോൾട്ടോളം വരും. ഓക്കെ, ഒരു എക്സാമ്പിളിനുള്ള വാല്യൂ ആണ് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ വരിക, 10 - 18 എന്ന് പറഞ്ഞാൽ -8 വോൾട്ട്. അതായത് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന ആൾറെഡി മൈനസ് തന്നെയാണ്. ഇൻപുട്ട് ഇപ്പോൾ ചിലപ്പോൾ എന്ത് -2 വോൾട്ട് എങ്ങാനും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്തത്, ആംപ്ലിറ്റ്യൂഡ് ചെയ്തിട്ട് -8, എക്സാമ്പിളിനാണ് ഈ വാല്യൂസ് പറയുന്നത് കേട്ടോ. -8 വോൾട്ട് എന്തായിട്ട് വരും, ഔട്ട്പുട്ടായിട്ട് വരും. അങ്ങനെ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് ഇൻപുട്ടെങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആണ് ഇൻപുട്ടെങ്കിൽ ഔട്ട്പുട്ടും എന്തായിരിക്കും, നെഗറ്റീവ് ആവും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇൻപുട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ടും പോസിറ്റീവ്, ഇൻപുട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് നെഗറ്റീവ്. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ അതേ സമയത്ത് തന്നെയാണ് ഔട്ട്പുട്ടും കിട്ടുന്നത്, നെഗറ്റീവ് ആണെങ്കിലും അതേ സമയത്ത് തന്നെ. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. ഇൻപുട്ട് ആ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യാണ്, ഔട്ട്പുട്ടായിട്ട് കിട്ടണം. ഇൻപുട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ടും പോസിറ്റീവ്, ഇൻപുട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് നെഗറ്റീവ്. ഇതിങ്ങനെ പറയാൻ കാരണം നമ്മളിനി കോമൺ എമിറ്റർ പറയുമ്പോൾ ചെറിയ മാറ്റം വരും. ഇൻപുട്ട് പോസിറ്റീവ് ആകുന്ന സമയത്ത് ഔട്ട്പുട്ട് നെഗറ്റീവ് ആയിരിക്കും. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കോമൺ ബേസിൻ്റെ കേസിൽ എന്താണ്, ഇൻപുട്ട് പോസിറ്റീവ് ആണോ, ഔട്ട്പുട്ടും പോസിറ്റീവാണ്. ഇൻപുട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ടും നെഗറ്റീവാണ്. അതിൻ്റെ വേവ് ഫോം നമുക്ക് നോക്കാം. നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞതാണ്, വി സി സി മൈനസ് ഐ സി ആർ സി. പിന്നെ നമ്മളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ പറയാം. അതിന് മുന്നേ ജസ്റ്റ് ഇതിൻ്റെ വേവ് ഫോം നമുക്ക് നോക്കാം. അതാണ് വേവ് ഫോം. ഇൻപുട്ട് പോസിറ്റീവ് ആയപ്പോൾ ഔട്ട്പുട്ടും പോസിറ്റീവ്, ഇൻപുട്ട് പോസിറ്റീവ് ആയപ്പോൾ ഔട്ട്പുട്ടും പോസിറ്റീവ്, ഇൻപുട്ട് നെഗറ്റീവ് ആയപ്പോൾ ഔട്ട്പുട്ടും നെഗറ്റീവ്. ഇതാണ് ഇതിൻ്റെ വേവ് ഫോം. ഓക്കെ, ജസ്റ്റ് നമുക്കിതിൻ്റെ വർക്കിംഗ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, വി സീറോ സമം വി സി സി മൈനസ് ഐ സി ആർ സി ആയിരുന്നു. വി സീറോ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ്, വി സി സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള കളക്ടറിൽ വെച്ചിട്ടുള്ള വോൾട്ടേജ് ആയിരുന്നു വി സി സി. ആർ സി എന്ന് പറഞ്ഞാൽ കളക്ടർ റെസിസ്റ്റൻസ്, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഐ സി. ഇപ്പോൾ വി സി സിയിൽ നിന്ന് ഐ സി ആർ സി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. നമ്മളെ സർക്യൂട്ടിൽ നിന്ന് ക്ലിയർ ആണത്. നമ്മളിനി വർക്കിംഗ് ഒന്ന് നോക്കാം. ഫിഗർ ഷോസ് ദി സർക്യൂട്ട് ഡയഗ്രാം ഓഫ് കോമൺ ബേസ് ആംപ്ലിഫയർ. അറിയുന്ന കാര്യമാണ്. യൂസിങ് NPN ട്രാൻസിസ്റ്റർ, ദ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബൈസ്ഡ് ബൈ പവർ സപ്ലൈ VEE ആൻഡ് ദ കളക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബൈസ്ഡ് ബൈ VCC. എമിറ്റർ ബേസ് ജംഗ്ഷൻ VEE എന്ന വോൾട്ടേജ് വെച്ച് ഫോർവേഡ് ബൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. കളക്ടർ ബേസ് ജംഗ്ഷൻ VCC എന്ന വോൾട്ടേജ് വെച്ചിട്ട് റിവേഴ്സ് ബൈസും ചെയ്തിട്ടുണ്ട്. ഓക്കെയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. അതായത് ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിലാണ്. സോ ദ ട്രാൻസിസ്റ്റർ റിമെയിൻസ് ഇൻ ദി ആക്റ്റീവ് റീജിയൻ ത്രൂ ഔട്ട് ദ ഓപ്പറേഷൻ. നമ്മൾ പറഞ്ഞ കാര്യം, ആക്റ്റീവ് റീജിയനിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആംപ്ലിഫയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. C1 and C2 are
coupling capacitors to provide DC isolation at the point of input ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദ ആംപ്ലിഫയർ. C1 C2 എന്തിനാണ് നമ്മൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. കപ്ലിംഗ് കപ്പാസിറ്റർ ആണ്, അതായത് DC ഐസൊലേഷൻ. DCനെ എന്ത് ചെയ്യരുത്, ഉള്ളിലേക്കും കടത്തി വിടരുത്. അതേപോലെ ആ ആംപ്ലിഫയറിലുള്ള VCC VE എന്നുള്ള സപ്ലൈ ഉണ്ടല്ലോ, അതിനെ പുറത്തേക്കും കൊടുക്കരുത്. അപ്പോൾ DCനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് C1 C2 എന്നുള്ള കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഇനി ഇൻപുട്ട് VI സപ്ലൈഡ്. ഇൻപുട്ട് നമ്മൾ എവിടെ കൊടുക്കുന്നത്? ഇൻപുട്ട് സിഗ്നലായ VI അപ്ലൈ ടു ദ എമിറ്റർ ബേസ്. സംശയമില്ല, എമിറ്ററിനും ബേസിനും ക്രോസ് ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഔട്ട്പുട്ട് എടുക്കുന്നതോ കളക്ടർ ബേസിനും. സംശയമില്ല, എമിറ്ററും ബേസിനും ഇൻപുട്ട് കൊടുക്കും, കളക്ടർ ബേസിനെ ക്രോസ് ഔട്ട്പുട്ട് എടുക്കും. ബേസ് രണ്ടിനും കോമൺ, അതുകൊണ്ടാണ് നമ്മൾ കോമൺ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് പറഞ്ഞാൽ VCB ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, VCB ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്, അല്ലെങ്കിൽ V0 ഈസ് ഈക്വൽ ടു VCC മൈനസ് ICRC. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അപ്പോൾ ഓരോ സമയത്ത് എന്താ സംഭവിക്കുന്നത് നോക്കാം. when a sinusoidal AC signal is applied at the input during positive half cycle, അതായത് നമ്മൾ AC സിഗ്നൽ കൊടുക്കുമ്പോൾ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ അപ്ലൈഡ് സിഗ്നൽ, നമ്മൾ കൊടുക്കുന്ന സിഗ്നലിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ദ എമൗണ്ട് ഓഫ് ഫോർവേഡ് ബയസ് ടു ദി എമിറ്റർ ബേസ് ജംഗ്ഷൻ ഇസ് ഡിക്രീസ്ഡ്. നേരത്തെ പറഞ്ഞില്ലേ, കാരണം എമിറ്ററിലെ ആണ്, എൻ റീജിയൻ ആണ്. അപ്പോൾ അവിടേക്ക് നെഗറ്റീവ് ആണ് കിട്ടേണ്ടത് ഫോർവേഡ് ബയസ് ആവണമെങ്കിൽ. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? എമിറ്റർ ബേസ് ജംഗ്ഷൻ അല്ലെങ്കിൽ ബേസ് എമിറ്റർ ജംഗ്ഷൻ്റെ ഫോർവേഡ് ബയസ് എഫക്റ്റ് കുറയും. The amount of forward bias to the emitter base junction is decreased, resulting in a decrease in IE. അതുകൊണ്ട് എന്താ സംഭവിക്കുക? അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടായ IE, എമിറ്റർ കറണ്ട് കുറയും. എമിറ്റർ കറണ്ട് കുറയുമ്പോൾ കളക്ടർ കറണ്ടും കുറയും. IC ആൾസോ ഡിക്രീസസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇക്വേഷൻ പറഞ്ഞു അല്ലേ, ഇക്വേഷൻ എന്തായിരുന്നു? V0 ഈസ് ഈക്വൽ ടു VCC മൈനസ് ICRC. അപ്പോൾ ഇക്വേഷൻ സംഭവിക്കും ദ ഡ്രോപ്പ് ICRC ഡിക്രീസസ്. കാരണം ICയുടെ വാല്യൂ കുറയുമ്പോൾ ICRC എന്ത് ചെയ്യും? കുറയും. ICയുടെ വാല്യൂ കുറയുമ്പോൾ ICRC കുറയും. അതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? V0 ഈസ് ഈക്വൽ ടു VCB ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും? കൂടും. കാരണം എന്താണ്? ICRC എന്നുള്ള ടേം കുറയാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് പറഞ്ഞാൽ V0 മൈനസ് ICRC ആണ്. അപ്പോൾ ICRC കുറയുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും? കൂടും. ആ VCC ഉള്ളത് തന്നെ ഏറെക്കുറെ എന്ത് ചെയ്യും? ഔട്ട്പുട്ടിലേക്ക് എത്തും. ദസ് എ പോസിറ്റീവ് ഗോയിങ് ഇൻപുട്ട് സിഗ്നൽ പ്രൊഡ്യൂസസ് എ പോസിറ്റീവ് ഗോയിങ് ഔട്ട്പുട്ട് സിഗ്നൽ. അപ്പോൾ പോസിറ്റീവ് ആണ് ഇൻപുട്ട് എങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? പോസിറ്റീവ് ആവും. രണ്ടും പോസിറ്റീവ് തന്നെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അവിടെ ഫേസ് റിവേഴ്സൽ ഒന്നുമില്ല, അല്ലെങ്കിൽ 0 ഡിഗ്രി ഫേസ് ഡിഫറൻസും പറയും, അല്ലെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഇൻ ഫേസിലാണെന്ന് പറയും. അപ്പോൾ ഷോൺ ഇൻ 2.2 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച ഗ്രാഫിനെയാണ് പറയുന്നത്, വേവ് ഫോമിന്. ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ ദ ഫോർവേഡ് ബയസ് ടു എമിറ്റർ ബേസ് ജംഗ്ഷൻ ഇസ് ഇൻക്രീസ്ഡ്. കാരണം ആണ് നമ്മുടെ എമിറ്റർ ഇൻപുട്ട് കൊടുക്കുന്ന റീജിയൻ അല്ലേ. അപ്പോൾ അവിടേക്ക് ആൾറെഡി വേണ്ടത് എന്താ? നെഗറ്റീവ് ആൾറെഡി നമ്മൾ ബാറ്ററിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഫോർവേഡ് ബയസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യാണ്? നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള ഇൻപുട്ടും കൂടെ എത്തുകയാണ്. അപ്പോൾ ഫോർവേഡ് ബയസ് എഫക്റ്റ് എന്ത് ചെയ്യും? കൂടും. എന്ത് സംഭവിക്കാം? ഫോർവേഡ് ബയസ് ടു എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഇൻക്രീസ്ഡ്, റിസൾട്ടിങ് ഇൻ എ ഇൻക്രീസ് ഇൻ IE. അപ്പോൾ എന്ത് ചെയ്യും? എമിറ്റർ കറണ്ട് കൂടും. എമിറ്റർ കറണ്ട് കൂടിയ IC കളക്ടർ കറണ്ടും കൂടും. അതുകൊണ്ട് ICRC എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ICRC കൂടിക്കഴിഞ്ഞാൽ V0 ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും? കുറയും. ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് വേവ് ഫോംസ് നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ എന്ത് ചെയ്യും? ICRC ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നമ്മളതിൻ്റെ വേവ് ഫോം നമ്മൾ എന്ത് ചെയ്തതാണ്? കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോമൺ ബേസ് ആംപ്ലിഫയറിലുള്ളത്. ഇനി കോമൺ ബേസ് ആംപ്ലിഫയറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കാം. ഇപ്പോൾ കോമൺ ബേസ് ആംപ്ലിഫയർ, അതായത് ബേസ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് ഗെയിൻ ഇസ് ലെസ് ദാൻ യൂണിറ്റി. അത് കറണ്ട് എന്ത് ചെയ്യില്ല? കാര്യമായിട്ട് ആംപ്ലിഫൈ ചെയ്യില്ല, പക്ഷേ വോൾട്ടേജ് എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യും. ഓക്കെ, കറണ്ട് ഗെയിൻ ലെസ് ദാൻ യൂണിറ്റിയാണ്, വോൾട്ടേജ് ഗെയിൻ എന്താ കൂടുതലാണ്. അത് വോൾട്ടേജിന് ഒരുപാട് എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ പവർ ഗെയിൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ ഈക്വലാണ്. കാരണം കറണ്ടും വോൾട്ടേജോടും കൂടി ചേർന്നാണല്ലോ പവർ. അപ്പോൾ കറണ്ട് ഗെയിൻ യൂണിറ്റിനേക്കാളും കുറവാണ്, വോൾട്ടേജ് കൂടുതലായതുകൊണ്ട് തന്നെ പവർ കാര്യമായിട്ട് കൂടില്ല. ഓക്കെ, വോൾട്ടേജ് ഗെയിൻ ആനുപാതികമായിട്ടേ ഉള്ളൂ, കാരണം കറണ്ട് എന്ത് ചെയ്യുന്നില്ല? ആംപ്ലിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ കമ്പാരിറ്റീവ്ലി കുറവെന്ന് പറയാൻ കാരണം നമ്മളിനി കോമൺ എമിറ്റർ പഠിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പവർ ഗെയിൻ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വോൾട്ടേജ് ഗെയിൻ, അതുകൊണ്ട് ഒരുപാട് കൂടുതലല്ല. ഓക്കെ, നോ ഫേസ് റിവേഴ്സൽ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജസ്. നമ്മൾ പറഞ്ഞു ഇൻപുട്ട് പോസിറ്റീവ് ആകുമ്പോൾ ഔട്ട്പുട്ടും പോസിറ്റീവ് ആണ്, ഇൻപുട്ട് നെഗറ്റീവ് ആകുമ്പോൾ ഔട്ട്പുട്ട് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇനി കോമൺ എമിറ്റർ ആംപ്ലിഫയർ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇൻപുട്ട് പോസിറ്റീവ് ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇൻപുട്ട് നെഗറ്റീവ് ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അവിടെ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ കോമൺ ബേസിൻ്റെ കേസിൽ എന്തില്ല? 180 ഡിഗ്രി അല്ല, ഒരു 0 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണ്. ഫേസ് ഡിഫറൻസ് ഇല്ല, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് ഇൻപുട്ട് എങ്കിൽ
ഔട്ട്പുട്ടും പോസിറ്റീവ്, അതുപോലെ തന്നെ നെഗറ്റീവ്. പിന്നെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ലോ ആണ്, കുറവാണ്. എമിറ്ററിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ആർ സിൻ്റെ വാല്യൂ എന്താണ്, വളരെ ഹൈ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു CAB കോമൺ ബേസ് ആംപ്ലിഫയറിൻ്റെ പ്രത്യേകതകൾ. ഇപ്പോൾ വോൾട്ടേജ് മാത്രം നമുക്ക് ആംപ്ലിഫൈ ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ബേസ് ആംപ്ലിഫയർ യൂസ് ചെയ്താൽ മതി. ഇനി വോൾട്ടേജും കറണ്ടും പവറും ഒക്കെ ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കോമൺ എമിറ്റർ ആംപ്ലിഫയർ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്തത് എന്ത് ചെയ്യാം, കോമൺ ബേസ് കഴിഞ്ഞു, ഇനി കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് നോക്കാം.